പാപ്പാടെ മരണശേഷം ഞങ്ങൾക്കുണ്ടായ ആഘാതം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഈ ഒരു ആഘാതത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചുയർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെയായിരുന്നു കേട്ടോ. കാരണം പല സാഹചര്യത്തിലും ഏറ്റവും കൂടുതൽ ബോൾഡായിട്ട് നിന്നിട്ടുള്ളത് ഞാൻ തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ ബോൾഡാണെന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലുള്ള ഒരു മെൻ്റൽ ട്രോമ ഇങ്ങനെ കടന്നു വരും കേട്ടോ. പാപ്പ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിന് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുത്തി പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. മോളെ, നീയാണ് എൻ്റെ ബലം എന്നുള്ളത് സത്യമായിരുന്നു. എൻ്റെ പാപ്പയുടെ ബലം ഞാൻ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടുകാരെ ഞാൻ നോക്കുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ. ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്ക് നിറവേറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ, നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും എനിക്ക് വിലപ്പെട്ടതാണെന്നുള്ളത്. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ഓഫീസില്ലാത്ത ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് പച്ചക്കറികളും നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് വന്ന് ഞങ്ങളൊക്കെ നോമ്പ് തുറന്നു കേട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയത്താഴത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പം നമ്മളൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും തേങ്ങാ ചമ്മന്തി. നോമ്പെല്ലാം തുറന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിങ്കിൽ. ഇനി അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഇൻഷാ അള്ളാ പെരുന്നാൾ ഒരു 3 കഴിഞ്ഞിട്ട് വീട് പൊളിക്കണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുവാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് നടന്നില്ല എന്നെങ്കിലോ എന്ന് ഓർത്തിട്ടാണ്. നമ്മളൊരു വാടക വീട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര റെൻ്റാണ് ചോദിക്കുന്നത്. നമ്മളത് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിവിടെ അടുത്തായത് കൊണ്ടിട്ട് നമുക്ക് പോയി വരവൊക്കെ എളുപ്പമാകുമല്ലോ എന്ന് ഓർത്തിട്ട് നമുക്കത് എടുക്കാനുള്ളൊരു താല്പര്യമുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്നു. ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ഈ വീടെന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ വീടായിരുന്നു കേട്ടോ. നമ്മുടെ പഞ്ചായത്തിൻ്റെ അത് ആദ്യത്തെ ഗഡുവിൻ്റെ വീടായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഈ ഒരു പഞ്ചായത്തിൻ്റെ സംഭവം അനുവദിച്ച സമയത്തുള്ള വീടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 75,000 രൂപയായിരുന്നു നമ്മുടെ വീടിൻ്റെ ധനസഹായം എന്ന് പറഞ്ഞാൽ. അതും നമുക്ക് പല ഘട്ടങ്ങളിലായിരുന്നു കേട്ടോ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ 75,000 രൂപയ്ക്കൊന്നും അന്നൊന്നും തീർന്നൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നതിന് തന്നെ 3-4 ലക്ഷം രൂപയോളം ആയി കേട്ടോ. പിന്നെ നമ്മൾ പഴയ ഓടൊക്കെ വെച്ചിട്ടാണ് അന്നെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒരുവിധം ഒന്ന് സെറ്റാക്കി വെച്ചിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-15 വർഷത്തോളം ആയി കേട്ടോ ഈ ഒരു വീട് നമ്മൾ പണിതിട്ട്. അപ്പം നമ്മുടെ ജോലികളൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോയി കിടക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം ആകെ ടയേർഡായിരിക്കുവാണേ. നമുക്ക് ഇടയത്താഴത്തിന് വിളിച്ചാൽ പോലും എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം ഒരുപാട് ക്ഷീണമായിരിക്കും ഈ ഒരു നോയമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദാണ്ടെ ഞാൻ റൂമിലോട്ട് വരുമ്പോഴത്തേക്കും കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെസ്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു.